അല്ല ബാലു, പോവാൻ ടൈം ആയില്ലേ? എന്റെ ഡ്രസ് എവിടെയാ? ഞാൻ അവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ മേശപ്പുറത്ത്. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ഇനി ഇന്ന് എന്തൊക്കെ ജാട കാണാണ്ടി വരും. എന്ത് ചോടോ? എടാ, അവൾക്ക് ഇന്ന് സ്കൂളില്ലല്ലോ, നമ്മൾ ഇന്ന് എന്താക്കും? അത് നമ്മൾ എന്താക്കണം? എടാ, അവള് നമ്മളെ മുന്നിൽ ഷോ കാണിക്കൂലേ? അത് നീ പറഞ്ഞ കാര്യ ചെയ്യാൻ അവളെ മൈൻഡ് ചെയ്യണ്ട. വലിയ കാര്യായിപ്പോയി. നിങ്ങളൊന്ന് നിർത്തണ്ടോ, മനുഷ്യന് തിന്നണോ? അതെന്നെ നിർത്തി മക്കളെ, തല്ലുകൂടല്ല. എനിക്ക് എന്ത് ചെയ്യണം അറിയില്ല. നിനക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേടി? ഡാ അടിഞ്ഞ് തിന്നുന്ന അങ്ങക്ക് നല്ല തിന്ന്. അതാ കൊച്ചിനെയും കരിപ്പിച്ച്. നിന്നെ ഞാൻ ഒന്നുണ്ടല്ലോ, അത് മര്യാദക്ക് തിന്നായിരുന്നു. അതിനെയും കരിപ്പിച്ചപ്പോ എല്ലെണ്ണത്തിന് സമാധാനായോടി. അല്ലാന്ന് ഞാൻ കുറിച്ച് തിന്നാട്ട് പോ. എന്റെ ദൈവമേ, ഇവിടെ കൊണ്ട് വയ്യ. ഇതുവരെയായിട്ടും പോയില്ലേ? കുളിക്കണ്ടേടി? എന്നോടുള്ള പൂത്ത സ്നേഹം കണ്ടപ്പോഴേ തോന്നി. അച്ഛൻ നോക്കട്ടെ, എന്നാ ശരി. മക്കളെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അങ്കിളും ആന്റിയും വരുന്നുണ്ട്. നേരാണോ അമ്മേ? ആ നേരാ മക്കളെ, ആന്റിയും അങ്കിളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോഴും അമ്മയും ആന്റിയും അങ്കിളൊക്കെ വരുന്നേ? നിങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോ വരും. മതി മതി. എനിക്ക് സന്തോഷായേ. ഞാൻ വേഗം പോയി സ്കൂളിൽ പോയി വരാം. എനിക്കും സന്തോഷായി. എനിക്കല്ലേ സന്തോഷാണല്ലോടാ. വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് സ്കൂൾക്ക് പോയിക്കോളി മക്കളെ. ഞാൻ എപ്പോഴേ റെഡി. എനിക്കൊന്നും കുഴപ്പമില്ല, ആന്റി അങ്കിളൊക്കെ വന്നല്ലേ, ഞാൻ ആ സന്തോഷത്തില്ല. എന്നാ അമ്മേ, ഞങ്ങള് പോയി കുളിച്ചിട്ട് റെഡിയൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറ്റി വരട്ടോ. ഓക്കെ. 5 hours later. പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എവിടെ പിരിക്കുക? അങ്ങോട്ട് പോയിരിക്കാം. കുഞ്ഞിക്കാരൊക്കെ ഉറങ്ങി. ഇവിടെ ഇരിക്കാൻ പറ്റിയ പണിയുണ്ടല്ലോ, അവിടെ പോയിരിക്കാം. നമുക്ക് പണിയും എടുക്കാം, കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യാം. എന്താ മോളെ? ഈ അങ്കിളൊക്കെ വരുമ്പോ അമ്മേനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയെ ഇരിക്കണം കേട്ടോ, അങ്കിളും എൻ്റെ ഒക്കെ വരുമ്പോ. അയ്യോ, അവളെ എണീപ്പിക്കണ്ട, ഞാൻ എങ്ങനെയൊക്കെ എടുത്തിയാട്ടോ. ആന്റിയാ മോളെ. ഹലോ, എത്തിയോ? വന്ന്. ഓക്കെ, എന്നാ ശരി.
മോളെ ആൻറ്റി ഞാൻ താഴെ പോയി ഇത് തുറക്കട്ടെ വാതിൽ. ആ എന്നാ വേം വാ. ആ നിങ്ങളെങ്ങനെ ഇങ്ങനെ ഒത്തു വന്നേ? ആ ഇതാരാ ചക്കരി? എന്താ അല്ല അതൊക്കെ പോട്ടെ, നിങ്ങളിങ്ങനെ അങ്ങനെ ഒരുമിച്ച് വന്നേ കാറില്? ഒന്നും പറയണ്ടടി, ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ഏട്ടൻ വന്നത്. അപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാ ഈ മക്കളവിടെ നിൽക്കുന്നത് കണ്ട്. അപ്പം ഞങ്ങൾ മക്കളെയും കൂട്ടിക്കൊണ്ടുപോയാ. രഞ്ജിത്തേട്ടന് എന്താ പണി 6 മണി വരെ ഇല്ലേ, അതുകൊണ്ട് വന്നില്ല. അല്ല മക്കളുടെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തേനു? ഇല്ല, ഒരു സ്കൂളിൽ നിന്ന് വന്ന് അടുത്ത ഒരു പെഡസ്റ്റല് കഴിഞ്ഞു. എന്നിട്ടാ ഞങ്ങൾ ഓല കൂട്ടിയായി. ഇതൊക്കെ എന്തിന്റെ ടോയ്സ് ആണോ ഈ കുതിര? ഇത് കണ്ടോ? വാ. എവിടെ? ഇത് നിന്റെ കട്ടിലാണോ? എൻ്റെ കട്ടിലല്ല, ഇവിടെ ബേബീൻ്റെ കട്ടില. പക്ഷെ നമുക്ക് ഇവിടെ കയറി കളിക്കാം. ദിയ കളിക്കാം. അയ്യോ മോളെ പോണ്ടേ? ആൻറ്റി പ്ലീസ് ആൻറ്റി പോവല്ലേ ആൻറ്റി. എന്തോ ആൻറ്റി അവർക്ക് പോവാൻ പോട്ടെ, ഇങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. എന്താ മതി കരച്ചിൽ തീർച്ച, അവർക്ക് സ്കൂൾ ഉണ്ടായിട്ടല്ലേ കേട്ടോ, സാരില്ല. അല്ല ആൻറ്റി, രഞ്ജിത്ത് എവിടെ പോയി? രഞ്ജിത്തിനെ കാണുന്നില്ലല്ലോ. നിന്നെ ഞാൻ എന്തോരം നേരം വെയിറ്റ് ചെയ്തെന്നറിയോ? ഞാൻ അവിടെ എൻ്റെ 2-3 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോയതാ. ആൻറ്റി പറഞ്ഞിരുന്നു നീ മീറ്റ് ചെയ്യാൻ പോയതാണ്. എന്നാടാ നമുക്ക് ഫുട്ബോൾ കളിക്കണ്ടേ? പിന്നെ അല്ലാണ്ടോ.